ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയ സ്നേഹത്തെ കാണിച്ചു തരുന്ന ഒരു ദിവസമാണ് വലിയ വെള്ളിയാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച. സ്വർഗം വിട്ട് മാലാഖമാരുടെ സ്തുതികളും സ്തോത്രങ്ങളും വെടിഞ്ഞ് ഒരു മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ കന്യകമറിയാമിൻ്റെ ഉദരത്തിലൂടെ ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന് 33.5 തിരുവയസ്സ് വരെയും ഈ ലോകത്തിൽ ജീവിച്ചു. അവൻ ഒരുപാട് പേർക്ക് വൈദ്യനായി, ഒരുപാട് പേരുടെ ആശയേറ്റെടുത്ത് പ്രത്യാശയേകി, മരിച്ചവരെ ഉയർപ്പിച്ചു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. എന്നിട്ടും ഈ ലോകം യേശുവിന് തിരികെ നൽകിയത് ഒരു കുരിശായിരുന്നു. ചരിത്രകാരനായ ജോസിഫസിൻ്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വധത്തേക്കാൾ വലുതായ ഒരു ദാരുണമായ സംഭവം, ദാരുണമായ അന്ത്യം ഈ ലോകത്തിൽ ആരും തന്നെ അനുഭവിച്ചിട്ടില്ല. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം 2-ാമത്തെ തിരുവചനം നാം പഠിക്കുമ്പോഴും, അവനെ കണ്ടാൽ രൂപഗുണമില്ല, അവനെ കണ്ടാൽ കോമളത്വമില്ല, അവൻ എല്ലാവരാലും നിന്ദിക്കപ്പെട്ടും ശപിക്കപ്പെട്ടവനായും ഇരിക്കുന്നു. അതെ, കുരിശിൻ്റെ മുകളിൽ കിടക്കുന്ന, തലയിൽ മുൾക്കിരീടം ധരിച്ച, താടി രോമങ്ങൾ പിഴുതെടുക്കപ്പെട്ട, കണ്ടാൽ ആളല്ലാത്ത രീതിയിൽ പൂർണ്ണനഗ്നനായി അവൻ്റെ ശരീരം ആസകലം റോമൻ പടയാളികൾ മാറി മാറി അടിച്ച് മുറിവേൽപ്പിച്ച്, ആ രൂപത്തെ കാണുമ്പോൾ എത്ര മാത്രം ദാരുണമായ ഒരന്ത്യമായിരുന്നു യേശുക്രിസ്തുവിൻ്റേത്. ഈ പീഡാസഹനത്തിൻ്റെ, ഈ വലിയ സ്നേഹത്തിൻ്റെ, ക്രൂശിന്മേൽ കർത്താവ് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ ഓർമ്മയാണ് ഈ വലിയ വെള്ളിയാഴ്ച. ഈ കഴിഞ്ഞ നാളുകളിൽ മലയാള സിനിമാ രംഗത്ത് ഒരു സിനിമ ഇറങ്ങുകയുണ്ടായി, മഞ്ഞിന്മേൽ ബോയ്സ് എന്ന് പറയുന്നതായ ഒരു ചലച്ചിത്രം. വാസ്തവത്തിൽ അതിൽ പറയുന്നത്, ഗുണ ഗുഹയിലേക്ക് യാത്ര പോയിരിക്കുന്ന ഒരു സംഘം, ആ സംഘത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വലിയതായ ഒരു കുഴിയിൽ അകപ്പെട്ടപ്പോൾ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അവനെ രക്ഷിക്കുവാനായി അവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ തയ്യാറായി. അവൻ ഇറങ്ങിച്ചെന്ന് ആ കൂട്ടുകാരനെ എടുക്കുന്നത്, കൂട്ടുകാരനെ രക്ഷിക്കുന്നത് കണ്ടപ്പോൾ, പ്രാണൻ പണയം വെച്ച് തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കുന്നത് കണ്ടപ്പോൾ, മലയാളക്കരയും ലോകമെമ്പാടുമുള്ള മനുഷ്യന്മാർ ആ വലിയതായ സൗഹൃദത്തെ പുകഴ്ത്തി. വാസ്തവത്തിൽ ഇന്ന് നാം അതിനോടൊക്കെയും ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു പ്രാണൻ പണയം വെച്ചല്ല, പ്രാണൻ മുഴുവനായി നൽകി അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്നുകൊണ്ട് ആദാമ്യ പാപത്തിൻ്റെ അടിമത്വത്തിലൂടെ, ആദാമ്യ പാപത്തിലൂടെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയ മനുഷ്യവർഗത്തെ മുഴുവനായി മരിച്ച്, പാപിയെപ്പോലെ കുരിശിൽ മരിച്ച്, ഒരു പാപിയെപ്പോലെ കുരിശിൽ മരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് കയറ്റിക്കൊണ്ടുവരുന്നതാണ് ഉയർപ്പ് തിരുനാൾ. വാസ്തവത്തിൽ ആദാം മുതലുള്ളതായ പഴയ നിയമത്തിലെ എല്ലാവരെയും പാതാളത്തിൽ ചെന്നപ്പോൾ ആദം മുതലുള്ള എല്ലാ വംശങ്ങളും എല്ലാ തലമുറയും തന്നെ വന്ന് വന്ദിക്കുകയും തൻ്റെ സുവിശേഷം അന്ന് പാതാളത്തിൽ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അന്നുവരെയുമുള്ള എല്ലാ മാനവരാശിയും ആ സുവിശേഷ ഘോഷണത്താൽ രക്ഷയിലേക്ക് കടന്നു വന്നതായും തിരുവചനവും സുറിയാനി സഭയുടെ പരിശുദ്ധ പിതാക്കന്മാരും പഠിപ്പിക്കുമ്പോൾ എത്രമാത്രം വലിയ ത്യാഗമായിരുന്നു, സ്നേഹമായിരുന്നു ആ കുരിശിലെ സ്നേഹം. ഈ കുരിശിലെ സ്നേഹം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. ആരൊക്കെ നമ്മെ വെറുത്താലും, ആരൊക്കെ നമ്മെ മനസ്സിലാക്കിയില്ലേലും, ആരൊക്കെ നമ്മെ പ്രതി ഒരുപാട് വഴക്കും വിദ്വേഷത്തോടെയും നമ്മെ എതിർത്താലും, നമ്മെ സ്നേഹിക്കുവാൻ പെറ്റയമ്മ മറന്നാലും നമ്മെ മറക്കില്ലെന്ന് പറയുന്ന, മോളെ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിലെടുത്ത് താലോലിക്കുന്നു എന്ന് പറയുന്ന ഒരു തമ്പുരാൻ എനിക്കും നിനക്കുമുണ്ടെന്നും അവൻ എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്നവനാണെന്നും നമ്മുടെ മനസ്സിൽ നമുക്ക് ഉറയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു എന്നും അവിടുന്ന് എനിക്ക് വേണ്ടി പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയെന്നും അവിടുത്തെ പീഡാസഹനത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും വലിയതായ ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സുകളിൽ
പതിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്ത് നിത്യജീവന് അവകാശികളാകുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമീൻ.